ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സോണി. ഞാനൊരു ആയുർവേദ പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ പല അമ്മമാരുടെയും കംപ്ലൈൻ്റ് ആണ് കുട്ടിക്ക് ശരിയായിട്ട് പാല് കിട്ടുന്നില്ല, അവർക്ക് പാല് കുറവാണെന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആദ്യം മാറ്റുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് കുട്ടിയെ കൊണ്ട് 2 ബ്രസ്റ്റിൽ നിന്നും സമയത്തിന് പാല് സക്ക് ചെയ്യിപ്പിക്കുക. സക്ക് ചെയ്താൽ മാത്രമേ പാലിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഓക്സിറ്റോസിൻ, പ്രൊലാക്റ്റിൻ പോലെയുള്ള ഹോർമോണുകളുണ്ട്. അപ്പോൾ കുട്ടി സക്ക് ചെയ്താൽ മാത്രമേ ഈ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ട് പാലിൻ്റെ പ്രൊഡക്ഷനും സെക്രീഷനും നടക്കുകയുള്ളൂ. കുട്ടിയായിട്ട് വളരെ നല്ല ഒരു മെൻ്റൽ ബോണ്ടിങ് ഇതിന് ആവശ്യമാണ്. അതായത് നമ്മൾ ആയുർവേദത്തിൽ പറയാറുണ്ട്, കുട്ടിയെ കാണുമ്പോഴും കുട്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴും കുട്ടിയുടെ സ്പർശനത്തിൽ കൂടെയൊക്കെയാണ് പാല് ഉണ്ടാവുന്നതെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. ഓരോ ഫീഡിന് ശേഷവും ഓരോ കപ്പ് വെള്ളം വെച്ചെങ്കിലും നിങ്ങൾ കുടിക്കുക. അങ്ങനെ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കുക. കരിക്കും വെള്ളമായിട്ടോ ജ്യൂസായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഞവരയരി, അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് ഉലുവയും 1 പിടി ചെറുപയറും കൂടെ കുക്കറിൽ ഒരുമിച്ചിട്ട് വേവിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെറിയുള്ളിയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് അത് കഴിക്കാവുന്നതാണ്. അടുത്ത ഒന്നെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർന്ന എല്ലാ കറികളും നല്ലതാണ്. തേങ്ങ വറുത്തരച്ച് വെക്കുന്ന മീൻകറി, അതായത് തെരണ്ടി മീൻ പോലെയുള്ളതും വളരെ നല്ലതാണ്. പിന്നെ പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരങ്ങൾ, നട്ട്സ് ആൻഡ് സീഡ്സ്, കൂടാതെ തന്നെ കുക്കുംബർ സീഡ്, പംകിൻ സീഡ്, അങ്ങനെയുള്ള സീഡ്സും, കൂടാതെ തന്നെ നിങ്ങൾക്ക് പനീർ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എല്ലാം തന്നെ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് എടുക്കേണ്ടതാണ്. പിന്നെ കറുത്ത എള്ള നിങ്ങൾ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. മുട്ടയും പാലും ഒക്കെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മുരിങ്ങയില തോരൻ, അതായത് നിങ്ങൾ ചെറിയുള്ളി നെയ്യിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് തേങ്ങയുടെ ചേർത്തിട്ട് തോരനായി കഴിക്കുന്നത് പാല് കൂടാൻ വളരെ നല്ലതാണ്. ഓട്സും റാഗിയൊക്കെ പാലിൽ കുറുക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പെരുംജീരകം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ ഉലുവാക്കഞ്ഞി തന്നെയായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് കാൽഷ്യം സപ്ലിമെൻറ്റും അയൺ സപ്ലിമെൻറ്റും സമയത്തിനനുസരിച്ച് കഴിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് പാല് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം അതിനുള്ള സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്.